നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ആരോഗ്യദൃഢഗാത്രരായ ആളുകൾക്ക് മാത്രമുള്ളതാണോ നിയമസഭ? മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ബോഡി ഷേമിങ്ങിനെതിരെ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ബോഡി ഷേമിങ്ങിന്റെ പരാമർശം ഞെട്ടലോടെയാണ് കേട്ടതെന്നും അതിനേക്കാൾ ഉത്കണ്ഠപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിച്ച മന്ത്രിമാരുടെയും ഭരണപക്ഷ MLA-മാരുടെയും നിലപാടാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നികഷ്ടജീവി, പരനാറി, കുലംകുത്തി എന്നീ പരാമർശങ്ങൾ കേരളം കേട്ടതാണെന്നും അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പരാമർശമെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമാകുന്നവരുടെ മാനസികാഘാതത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിച്ചിട്ടുണ്ടോ എന്നും ഇത്തരത്തിൽ മനുഷ്യനെ അപമാനിക്കുന്ന മുഖ്യമന്ത്രിയെ തിരുത്താൻ ഇടതുപക്ഷത്ത് ആരുമില്ലാത്ത അവസ്ഥയാണോ എന്നും നജീബ് കാന്തപുരം ചോദിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്ന ഉയരം കുറഞ്ഞ ആളുകളെ കൂടിയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിരിക്കുന്നതെന്നും കേരളത്തിന് ചേർന്ന മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ എന്നും ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ പ്രതിപക്ഷ അംഗത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി. പ്രതിപക്ഷ നിയമസഭാ അംഗത്തിന്റെ ഉയരക്കുറവിനെയും ശാരീരിക ശേഷിയെയും അപഹസിച്ച മുഖ്യമന്ത്രിയുടെ നടപടി സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതാണെന്നും പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്തതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ക്ഷേമ സർവേ നടത്താൻ ലക്ഷ്യമിട്ടുള്ള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടി എന്ന പേരിൽ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും സർവേ നടത്തിയെന്ന് മന്ത്രിസഭാ യോഗങ്ങൾ തീരുമാനങ്ങൾ അറിയിച്ചുള്ള വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണം മാറിയത് ചെമ്പായത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുകയാണെന്നും ഇത് ഹൈക്കോടതി തന്നെയാണ് ശരിവെച്ചതെന്നും കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു. നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിപ്പിച്ചേക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായ നിയമസഭാ സമ്മേളനം സ്തംഭിക്കുന്ന സാഹചര്യത്തിലാണിത്. നാളെ വരെയാണ് സഭാ സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് രാവിലെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ 3 ദിവസമായി നിയമസഭാ സമ്മേളനം സ്തംഭിച്ചിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചു. സംഘത്തിലെ 2 SIമാർ വൈകിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിജിലൻസ് SP-യുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് SP അറിയിച്ചിരുന്നു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ അന്യഗ്രഹ ജീവികളായി കണക്കാക്കാനാകില്ലെന്നും അന്തസ്സോടെ ജീവിക്കാനുള്ള വയനാട് നിവാസികളുടെ മൗലികാവകാശമാണ് അപകടത്തിലായിരിക്കുന്നതെന്നും വായ്പ എഴുത്തള്ളുന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിന് വിവേചനപരമായ നടപടി സ്വീകരിക്കാനാകില്ലെന്നും പ്രകോപനനിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും ഭരണഘടനാ മൂല്യങ്ങൾ മാനിക്കുന്നതിൽ പ്രത്യേക നിർദ്ദേശം നൽകുന്നതില്ലെന്നും എന്നാൽ ബാങ്കുകളുടെ ഷൈലോക്കിയൻ നടപടി മൂകമായി കണ്ടിരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വയനാട് MP പ്രിയങ്ക ഗാന്ധി. കേന്ദ്ര സർക്കാർ നിലപാട് ഞെട്ടിക്കുമെന്നും വൻ വ്യവസായികളുടെ വായ്പകൾ കണ്ണടച്ച് എഴുതിത്തള്ളുന്നുവെന്നും അർഹമായ സഹായം ഉറപ്പാക്കാൻ കഴിയാത്ത സർക്കാർ പരാജയമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം, കേരളത്തിന് എയിംസ് തുടങ്ങിയ നിർണായക ചർച്ചകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ. കേരളത്തിന് 3 വന്ദേഭാരത് ട്രെയിൻ അനുവദിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ പുതുതായി വന്ദേഭാരത് ട്രെയിൻ അനുവദിച്ചെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടറെ വെട്ടിയ സംഭവത്തിൽ കുറ്റബോധമില്ലാതെ പ്രതി സനൂപ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സനുവിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ സംഭവത്തിൽ യാതൊരു കുറ്റബോധമില്ലെന്നായിരുന്നു സനുവിൻ്റെ പ്രതികരണം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ അപലപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സംഘടനയായ KGMO ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കും. സംസ്ഥാനത്ത് 8 ദിവസത്തിനിടെ 10 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചെന്ന് റിപ്പോർട്ടുകൾ. പത്തനംതിട്ട അയിരൂർ സ്വദേശിയായ രാമേന്ദ്രദാസ് സമർപ്പിച്ച 58 പവന്റെ ഉരുപ്പടി കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം ഇന്ന് തുറന്ന് പരിശോധിക്കും. കോഴിക്കോട് ബാലുശ്ശേരി കോട്ടപരത ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ കാണാത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പത്തനംതിട്ടയിൽ വനിതാ SI കയ്യേറ്റിയ സംഭവത്തിൽ 42കാരൻ പിടിയിൽ. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലാണ് സംഭവം. വനിതാ SI ഷെമി മോൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായ സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശി അമീർ ഖാൻ അറസ്റ്റിലായി. കൊച്ചിയിൽ തോക്കുചൂണ്ടി 80 ലക്ഷം രൂപ കവർന്നു. കൊച്ചി കുണ്ടന്നൂർ ജംഗ്ഷനിൽ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിലാണ് സംഭവം നടന്നത്.
കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ ടെർമിനലായ മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് എന്നിവയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ജന്മദിന കേക്ക് മുറിച്ച് വിവാദത്തിലായ കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ മുൻ ഇൻസ്പെക്ടർ KP അഭിലാഷിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. NDA അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരുപയോഗം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി തൻ്റെ ഡീപ് ഫേക്ക് വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി. ഇന്ത്യൻ ടെക് ലോകത്ത് മാറ്റത്തിൻ്റെ കാഹളം മുഴക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സുപ്രധാനമായ തീരുമാനം തൻ്റെ ഔദ്യോഗിക ഇമെയിൽ പ്ലാറ്റ്ഫോം ഇന്ത്യൻ നിർമ്മിത പ്ലാറ്റ്ഫോമായ സോഹ മെയിലിലേക്ക് മാറ്റി. മധ്യപ്രദേശിലടക്കം വ്യാജ ചുമ സിറപ്പ് കഴിച്ച് 16 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഒരു ഡോക്ടർ മാത്രം ബലിയാടാക്കുന്നത് ശരിയല്ലെന്നും ഗുണനിലവാരം കുറഞ്ഞ ഇത്തരം മരുന്നുകൾക്ക് അംഗീകാരം നൽകിയവർക്കെതിരെ നടപടി വേണമെന്നും ഓൾ ഇന്ത്യ ഡോക്ടർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം നാളെ വരെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അടഞ്ഞുകിടക്കും. കണക്ടിവിറ്റിയും ഗതാഗതവും തടസ്സപ്പെട്ടാണ് അവധിക്ക് പ്രധാന കാരണമെന്ന് ഗോർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേക വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP ഉന്നത നേതൃത്വം സ്വാധീനിക്കുകയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഭരണകാലത്തൊഴികെ ഒരിക്കലും ഇന്ത്യയിൽ ഐക്യം ഉണ്ടായിരുന്നില്ലെന്ന വിചിത്രവാദവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പാകിസ്ഥാന് US കൂടുതൽ 6 മിസൈലുകൾ നൽകുമെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ പ്രതിസന്ധിയുമായി മാറുന്നു. ട്രംപിന്റെ സമാധാന ദേശങ്ങൾ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച ഈജിപ്തിൽ പുരോഗമിക്കുമ്പോൾ ഇസ്രായേൽ കാര്യങ്ങൾ നെതന്യാഹുവിന് തിരിച്ചടിയാകുന്നതാണ് റിപ്പോർട്ടുകൾ. 2020 രസതന്ത്ര നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു. സുസുമ കിറ്റാഗവ, റിച്ചാർഡ് റോബർട്ട്സൺ, ഒമർ M. യാക്കി എന്നീ ഗവേഷകരാണ് രസതന്ത്ര നോബലിന് അർഹരായത്. പ്രതിരോധ മേഖലയിലെ പ്രമുഖ സ്വകാര്യ കമ്പനിയായ അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസിനെതിരെ ഇറക്കുമതി തിരുവ വെട്ടുമാറ്റിയ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ അന്വേഷണം. നടൻ രവി മോഹൻ നായകനായെത്തുന്ന പുതിയ ചിത്രമാണ് ജെനി. കല്യാണ പ്രിയദർശനും കൃതി ഷെട്ടിയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.